ആശാനെ റബ്ബർ വിട്ടുവാണോ? അല്ലടാ, പശുവിനെ കറക്കുവാ. രണ്ടും പാലല്ലേ ആശാനെ? എന്നാ ഒരു കാര്യം ചെയ്യ, ഒരു ഇരട്ട പാലെടുത്ത് തിളപ്പിച്ച് കുടിക്കുക. അതോടെ തീരുമല്ലോ നിന്റെ ആസ്ഥാന കഴപ്പ്. ഇത് തീരാറായില്ലേ? രാവിലെ വെട്ടം വെക്കുന്നതിന് മുമ്പ് കുണയ്ക്കാൻ ഇറങ്ങിയതാ. നിനക്ക് ഇവിടെ വന്നിട്ട് ഈ ഒട്ടുവള്ളിയൊക്കെ ഒന്ന് പറിച്ചു തരാൻ മേലായിരുന്നോ? എനിക്ക് എന്റെ മണം സഹിക്കാൻ മേല ആശാനെ, അതുകൊണ്ടാ. എന്നിട്ടാണോ നീ ആ വറുതിയാറിന്റെ പറമ്പിൽ കയറിയിട്ട് പിണ്ടിപ്പാലും ഒട്ടിച്ചേ? അഖില ലോകത്ത് അഖില പുണ്ടച്ചി. അത് പിന്നെ ഒരു ആവശ്യത്തിന് ചോദിച്ചാൽ ആശാൻ തരില്ലല്ലോ, അതുകൊണ്ടാ. എടാ, പറന്നുപോയ പഞ്ചവർണ്ണക്കിളിയെ പിടിച്ച് പാറപ്പുറത്തിട്ട് പരകോടി പ്രാർത്ഥന ചെയ്തുണ്ടായ പരമോന്നത പരബ്രഹ്മ ഭൂലോക ചെറ്റെ, ഒരുമാതിരി ചെറ്റ വർത്താനം എന്നോട് പറയരുത്. അതിന് നിങ്ങൾ എന്താ മൈര എനിക്ക് വേണ്ടി പുളിച്ചു തന്നത്? അതെന്നെ വർത്താനോടാ നീ പറഞ്ഞേ? ഞാൻ എന്നും ഒരു 10-20 ഷീറ്റ് അടിച്ച് ആ അഴയക്കൂടെ തൂക്കിയിടും. എന്നിട്ട് വല്ല കടയിലോ കോണാത്തിലോട്ടോ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലൊരു 4-5 കാണുകയില്ല. ആരാ എടുത്തോണ്ട് പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ഇതുവരെ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോടാ? കൊണ്ടോക്കോ, അത് മൊത്തം എടുത്തോണ്ട് പോക്കോ. നീ അങ്ങനെ എടുത്തോണ്ട് പോകണ തന്നെ ഈ ആശാൻ ഇഷ്ടം. പക്ഷെ നിനക്ക് വേണ്ടിയിട്ട് ഈ ആശാൻ ഒരു മൈരും ചെയ്തിട്ടില്ലെന്ന് നീ പറഞ്ഞു കളഞ്ഞല്ലോ. ഓ, പറച്ചിൽ കേട്ടാത്തൊന്നും ഈ നിങ്ങളുടെ സ്വന്തം പറമ്പാന്ന്. ആരുമില്ലാത്ത പറമ്പിൽ കയറി റബ്ബർ വിട്ടുന്നതും പോരാ, എന്നിട്ട് അങ്ങനെ ഊമ്പിയ ഒരു സെന്റിമെന്റ്സ്. അത് പിന്നെ ആ ജോസുകുട്ടി വൈഫും അങ്ങ് ഓസ്ട്രേലിയയിലാ. അവർക്ക് എന്നെ കാണാൻ വേണ്ടിട്ടാ ഈ കുണഞ്ഞ റബ്ബറും തൊലിഞ്ഞ ഒട്ടുവെള്ളിയും പറഞ്ഞ് പിണ്ടിപ്പാലും. നമുക്കും ജീവിക്കണ്ടാ. പറയാതിരിക്കാനുള്ള കമ്മീഷനാ 4 ഷീറ്റ്, പിണ്ടിപ്പാല് വേറെയും തന്നെ. അതൊക്കെ തരാം. പക്ഷെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ. അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതരുത്. അഥവാ തൂങ്ങിച്ചത്തവന്റെ പറയെ തൂങ്ങിച്ചാവാൻ നിൽക്കരുത്. കളപ്പാട്ടി.